ഹലോ ഗടികളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. സായാഹ്നത്തിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ബർഗർ കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ ഒരു ബർഗർ നമ്മൾ സ്വയം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒറിജിനൽ ബർഗറായിട്ട് ചിലപ്പോൾ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ ഒരു രീതിയിൽ ഞാൻ വേറെ എവിടെ നോക്കിയിട്ട് നോക്കില്ല, എൻ്റെ ഒരു ഐഡിയയിൽ തോന്നുന്ന രീതിയിൽ ഒരു ബർഗർ ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ്, നമുക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചതച്ചിങ്ങനെ എടുത്തിട്ടാണ് എല്ലാം ചിക്കൻ കുറച്ചെടുക്കാം. മിക്സിയിൽ അരച്ചാൽ മതി. ഇങ്ങനെ ചെയ്യാനാണ് തോന്നുന്നത്. ആ ചതച്ച ചിക്കൻ ഉണ്ടല്ലോ ഒന്നും കൂടെ ഒന്ന് പരിവാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചതച്ച് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് നന്നായി ചതച്ചിട്ടുണ്ട് കണ്ട. ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതല്ല അതിലേക്ക് ആ സമയത്ത് തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇഞ്ചി പേസ്റ്റ് ചെറുതായിട്ട് നന്നായിട്ട് അടിഞ്ഞു കൊടുക്കുക. ഇഞ്ചി ഇത് പേസ്റ്റൊക്കെ ഉണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതേ സമയത്ത് നമ്മൾ ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇടാം. പിന്നെ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടുന്നതിനേക്കാളും വളരെ കുറച്ച് മുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ടാം, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ സാധനം ശരിക്കും കിട്ടും. ഒരു ബർഗറിൻ്റെ ആകൃതിയിൽ നമുക്കത് സാധനം കിട്ടും. ഒരു കട്ടായിട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ബർഗറിൻ്റെ ഒരു ആകൃതിൻ്റെ വേണ്ട ഉണ്ടോ. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിലൊരു സംഗതി നമ്മൾ ചെയ്യാനായിട്ട് പറയാൻ മറന്നു പോയിട്ടാണ്. ഗരം മസാല ഇടണേ ഇത് ചെയ്യുമ്പോൾ. ചെറുക്കാൻ വേണ്ടി പോകണം. ഇതാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സലാഡ് കേട്ടോ. കുക്കുംബർ, തക്കാളി, അപ്പോൾ നല്ല കുറച്ച് പുതിനൊക്കെ ഇട്ട് അരച്ച നല്ല മയോനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മയോനൈസ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതൊരു ബോളിലേക്ക് മാറ്റാൻ പോകണം. മയോനൈസിൻ്റെ ആവശ്യം അനുസരിച്ച് പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക പാനിൽ വെച്ചിട്ട്. പിന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കും. കേബേജിൻ്റെ അല്ല ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ. ശരിക്കും ബെല്ലിങ്ങനെ മുറിയാൻ പാടില്ല കേട്ടോ. ചിക്കൻ്റെ പീസ് എടുത്ത് വെച്ചു. കുക്കുംബർ, തക്കാളി, സവാള, കേബേജിൻ്റെ ഇല എന്നിട്ട് നന്നായിട്ട് കച്ചപ്പ് വെച്ച് കൊടുക്കുക. കച്ചപ്പ് എപ്പോഴും നമ്മൾ മേടിച്ചിട്ട് കുറച്ച് കളഞ്ഞിട്ടുണ്ട് എടുക്കാൻ. എന്നിട്ട് ഇത്തിരി മൈനസ് കൂടെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗടികളെ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഒറിജിനൽ ബർഗറായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇത് എൻ്റെ ഒരു കാക്കു സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ സാധനം പൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കി. ഇനിയും കഴിക്കാൻ പോണ്. പപ്സും ബർഗറൊക്കെ കഴിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ആവും. അത് ആവാതൊന്നും ഒരാൾക്കും കഴിക്കാൻ പറ്റില്ല.
ആ വെളുത്തുള്ളിയിൽ ഇഞ്ചിയൊക്കെ ടേസ്റ്റും എല്ലാം കൂടി ഒരു രക്ഷയില്ല. ഇതൊരു പൊളപ്പനല്ല, പൊളപ്പനായിട്ടുണ്ടാവും. എല്ലാവരും ഉണ്ടാക്കിക്കോ. ഗഡികളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.